നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 366 366. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 9-ാം അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയുന്നത്. ശ്ലോകം 37. ആകർണ്യാത്മജമായാന്തം സപര്യേത്യായഥാ ആഗതം രാജ ന ശ്രദ്ധതേ ഭദ്രം അഭദ്രസ്യ കുതോ മമ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം വരുമ്പോൾ, രാജാവ് പുത്രൻ വരുന്നുവെന്ന് കേട്ടിട്ട് ദുഷ്കൃതിയായിരിക്കുന്ന എനിക്ക്, അഭദ്രസ്യ ദുഷ്കൃതിയായിരിക്കുന്ന എനിക്ക് മംഗളം എങ്ങനെ വരുമെന്നോർത്തിട്ട് മരിച്ചിട്ട് വരുന്നവനെന്ന പോലെ വിചാരിച്ചിട്ട് ശ്രദ്ധിച്ചില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ധ്രുവനെ സ്വീകരിക്കാൻ കൊള്ളാവുന്നവനാണോ കൊള്ളരുതാത്തവനാണോ എന്നുള്ളൊരു സംശയം. അതുമാത്രമല്ല, അപ്പോൾ ഞാൻ മംഗളപ്രധാനമാണ് എൻ്റെ കർമ്മങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് മംഗളപ്രധാനം ഇനി എങ്ങനെയാകും എനിക്കറിയില്ല, ഒരു സംശയം. ഇതൊക്കെ ഉത്താനപാദ മഹാരാജാവിന് മാത്രമല്ല, ഓരോ ദിവസവും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ വിഭ്രാന്തി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഈശ്വരോപാസനയുടെ മാധ്യമത്തിൽ കൂടെ അതിനെ ഇല്ലായ്മ ചെയ്യണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ധ്രുവൻ വരണമെന്ന് പറഞ്ഞു. അതെങ്ങനെയെന്നാണ് പറഞ്ഞത്? മരിച്ച ആൾ നീട്ട് വരണ കൂട്ടത്തിലെന്നാണ്. കാരണം അത്രയും അവിശ്വസനീയമായിരുന്നു ആ കാര്യങ്ങൾ. ഇനി അതിൻ്റെ ഭാവാർത്ഥം, മേൽ വിവരിച്ച വിധം വിരക്തനായിരുന്നാലും ധ്രുവൻ രാജേശ്വര്യത്തെ പ്രാപിച്ചത് ഭഗവത് ഇച്ഛയാണെന്ന് അറിഞ്ഞുകൊള്ളുക. കാരണം മായാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഭഗവത് ഇച്ഛയാണെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് സമാധാനം പറഞ്ഞ ശേഷം ഉത്താനപാദ മഹാരാജാവിൻ്റെ അനന്തര ചരിത്രത്തെ പറയുന്നു. പുത്രൻ വരുന്നുവെന്ന് ജനങ്ങൾ പറഞ്ഞതിനെ കേട്ട രാജാവ് മരിച്ചുപോയ ഒരുവൻ വരുന്നുവെന്ന് പറയുന്നത് പോലെ കരുതി വിശ്വസിച്ചില്ല. ദുഷ്കർമ്മം ചെയ്ത എനിക്ക് സൽപുത്ര സാന്നിധ്യരൂപമായ മംഗളം എങ്ങനെ വരും, അനുഭവമായി വരും എന്നായിരുന്നു ഉത്താനപാദ മഹാരാജാവിൻ്റെ മാനസിക വിഭ്രാന്തി. അടുത്ത ശ്ലോകം 38. ശ്രദ്ധായ വാക്യം ദേവർഷേർ ഹർഷവേഗേന ദർശിതാം വാർത്താഹർത്തുരതി പ്രീതോ ഹാരം പ്രധാൻ മഹാധനം. നാരദരുടെ വചനത്തെ വിശ്വസിച്ച് സന്തോഷാധിക്യത്താൽ, എത്രയെന്ന് പറയാൻ വയ്യ, സന്തോഷാധിക്യത്താൽ പരവശനായിട്ട്. അപ്പോൾ 2 തരത്തിലുള്ള പരവശത ഉണ്ട്. ഒന്ന് സന്തോഷാധിക്യം, ഒന്ന് ദുഃഖാധിക്യം. അപ്പോൾ ഇവിടെ സന്തോഷാധിക്യത്താൽ പരവശനായിട്ട് വർത്തമാനം കൊണ്ടുവന്നവന് അധികം വിലപിടിച്ച മാലയെ അതിസന്തുഷ്ടനായിട്ട് പ്രദാനം ചെയ്തു എന്നാണ്. അതായത് പണ്ടൊരു സിസ്റ്റം ഉണ്ട്, നല്ല വാക്ക് ചാരന്മാർ അല്ലെങ്കിൽ ആരാ പറയണത് അവരെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ട്. കാലതാമസം കൂടാതെ പുത്രൻ വരുന്ന നാരദർ ഉപദേശിച്ചത് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സന്തോഷം ഉണ്ടായത്. കാലതാമസം കൂടാതെ പുത്രൻ വരും എന്ന് ശ്രീ നാരദർ പറഞ്ഞ വാക്കിൽ വിശ്വാസത്തോടുകൂടെ സന്തോഷപരവശനായ രാജാവ് പുത്ര ആഗമന വൃത്താന്തം അറിയിച്ച ഭൃത്യന് അധികം വിലയുള്ള ഒരു ഹാരം, മാല നൽകി എന്നാണ് പറഞ്ഞതിന് താല്പര്യം. ഇനി 39-ാമത്തെ ശ്ലോകം.
സദ്ദശും രഥമാരുഹ്യാം കാർത്തസ്വരപരിഷ്കൃതം ബ്രാഹ്മണീ കുലവൃദ്ധൈശ്ച പര്യസ്തോ അമാതൃബന്ധുഭി. സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും ഉത്കൃഷ്ടങ്ങളായ കുതിരകളെ പൂട്ടിയിരിക്കുന്നതുമായ തേരിനെ കയറിയിട്ട് ബ്രാഹ്മണരാലും കുലവൃദ്ധന്മാരാലും മന്ത്രികൾ ബന്ധുക്കൾ ഇവരാലും ചുറ്റപ്പെട്ടു അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഭാവാർത്ഥം, കനകാഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും മനോഹരങ്ങളായ കുതിരകളെ യോജിപ്പിച്ചും ഇരിക്കുന്ന തേരിൽ രാജാവ് കയറിയിരുന്നു. ബ്രാഹ്മണർ, കുലവൃദ്ധന്മാർ, മന്ത്രിമാർ, ബന്ധുജനങ്ങൾ എന്നിവർ രാജാവിൻ്റെ ചുറ്റും വന്നു നിറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇനി 40ാമത്തെ ശ്ലോകം. ശംഖദുന്ദുഭിനാദേന ബ്രഹ്മഘോഷേണ വേണുഭി നിശ്ചക്രാമപുരാത്തൂർണം ആത്മജാഭീഷണോത്സുകാം. അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാ ചോദിച്ചാൽ, പുത്രൻ്റെ ദർശനത്തിൽ അതിതൽപരനായിട്ട് ശംഖം ദുന്ദുബി എന്നിവയുടെ ശബ്ദത്തോടും വേദോച്ചാരണ ശബ്ദത്തോടും വേണുക്കളോടും കൂടെ, അതായത് കൊമ്പകുഴൽ എന്നുള്ള അർത്ഥം എടുത്താൽ മതി, വേഗത്തിൽ രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ്. ഇനി കിളിപ്പാട്ടിലും ഇതര ട്രാൻസ്ലേഷനിലും ഭക്തിയുടെ പരവശം കുറച്ചുകൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊമ്പില്ലാത്ത ഒരു പിടിയാനയെ അലങ്കരിച്ച് സ്വീകരിക്കാൻ കൊണ്ടുപോയി എന്നാ. എന്താ അങ്ങനെ പറയാൻ കാരണം? 5 വയസ്സായിട്ടുള്ള ബാലകനല്ല, 5.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്തിനീ കൊമ്പനാന? അത് കുറെ കൂടി സൗമ്യ രീതിയിൽ ഒരു പിടിയാന പുറത്ത് കൊണ്ടുവന്നു എന്ന് സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. അതെ, പുത്രനെ എതിരേൽക്കാനായി പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അടുത്തത് 41. സുനീതി. ഞാനത് വായിച്ചില്ല എന്നൊരു സംശയം വന്നു, അത് മാറ്റി പറഞ്ഞപ്പോൾ. പുത്രനെ കാണാൻ അതിതാല്പര്യമുള്ള രാജാവ് ശംഖം, ദുന്ദുബി, വേണു മുതലായ വാദ്യഘോഷങ്ങളോടും വേദഘോഷത്തോടും കൂടെ രാജധാനിയിൽ നിന്ന് പുത്രനെ എതിരേൽക്കാനായി പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ വേദഘോഷം എന്ന് പറഞ്ഞാൽ വേദം പഠിച്ചവർ വേദം ഉച്ചരിക്കണത് മറ്റുള്ളവർ കേൾക്കണത് ഒരു അനുഗ്രഹമാണെന്ന് വിചാരിച്ചിട്ട് അതിനെ പുറപ്പെടണം നമ്മൾ, വേദഘോഷങ്ങൾ. അപ്പം ഇനി 41. സുനീതി സുരുചി സ്റ്റാസ്യാമഹേഷോ രുഗ്മഭൂഷിതേ ആരുഹ്യ ശിബികാം സാർദ്ധം ഉത്തമേനാഭിജഗ്മതു. സ്വർണാലങ്കൃതങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഭാര്യമാരുമായ സുനീതിയും സുരുചിയും ഉത്തമനോടുകൂടെ ഡോളിയെ, അതായത് പല്ലക്കൽ കയറിയിട്ട് എതിരേറ്റ് ഗമിച്ചു എന്നാണ് വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഈശ്വരാനുഗ്രഹത്താൽ അന്യോന്യ സ്പർദ്ധയും അവസാനിച്ചതിനാൽ, അതായത് സുനീതിക്കും സുരുചിക്കും രാജാവിനും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറി. രാജഭാര്യമാരായ സുനീതിയും സുരുചിയും ഉത്തമൻ എന്ന പുത്രനും സ്വർണ്ണാലങ്കാരങ്ങളെ ധരിച്ചവരായിട്ട് ഒരേ വാഹനത്തിൽ കയറിയിരുന്ന് ധ്രുവനെ സ്വീകരിപ്പാൻ രാജാവിനോടൊരുമിച്ച് യാത്ര ചെയ്തു എന്നാ. 4 ആൾക്ക് ഇരിക്കണ ഈ ശിബിക എന്ന് പറയണമെങ്കിൽ മഞ്ചൽ 4 ആളെ ഏൽക്കും. 4 ആൾക്കല്ല, 8 ആൾക്കൊക്കെ ഏൽക്കാം. ചുമലിൽ വെച്ച് കൊണ്ടുപോകുന്നതുണ്ട്. ഇനി 42, 43 ഒപ്പം പോകും. തം ദൃഷ്ടോപവനാഭ്യാസ ആയാന്തം തരസാരധാത് അവരുഹ്യ നൃപസ്തൂർണം ആസാദ്യ പ്രേമവിഹ്വല വിപരിരേഭേ അംഗജം ദോർഭ്യാം ദീർഘോത്കണ്ഠമനാശ്വസൻ വിശ്വക്സേനാംഗ്രി സംസ്പർശർ സഹദാശേഷാഘബന്ധനം. 2 വരിയിൽ 2 ശ്ലോകങ്ങൾ ആയി ഈ 2 വരിയിൽ. അപ്പോൾ അവിടെ അർത്ഥം പറയണത്, ആഗമിക്കുന്ന അവനെ, വന്നുകൊണ്ടിരിക്കുന്ന ധ്രുവനെ പുരോദ്യാന സമീപത്തിൽ, അതായത് പൂന്തോട്ടത്തിൽ വെച്ച് കണ്ടിട്ട് രാജാവ് തേരിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗത്തിൽ അരികിൽ ചെന്നിട്ട് സ്നേഹപരവശനായിട്ട് ദീർഘകാലമായിട്ട് ഉത്കണ്ഠയോടുകൂടിയ മനസ്സോടുകൂടിയവനും ദീർഘശ്വാസങ്ങളെ വിടുന്നവനുമായിട്ട്
ഭഗവാന്റെ പാദസ്പർശത്താൽ സമസ്ത പാപങ്ങളും നശിച്ചിരിക്കുന്ന പുത്രനെ 2 കൈകൾ കൊണ്ടും ആലിംഗനം ചെയ്തു. ഇതൊന്നും നമ്മൾ മനസ്സിലൊന്ന് ഓർത്തു നോക്കൂ. ഇവിടുന്ന് എങ്ങനെയാണ് ധ്രുവൻ കാട്ടിൽ പോയത്, വഴിമധ്യേ നാരദരെങ്ങനെയാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തത്, നാരദരെങ്ങനെയാണ് അരമനയിൽ ഒന്ന് ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്, പിന്നെ ധ്രുവൻ വിഷ്ണുവിനെ തപസ് ചെയ്ത് കണ്ട് ആശീർവദനങ്ങളൊക്കെ വാങ്ങിയത് എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ രസം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് ഈ പറയുന്നത്. രാജധാനിയുടെ പുറത്തുള്ള പൂന്തോട്ടത്തിൻ്റെ സമീപം എത്തിയപ്പോൾ ആഗമിക്കുന്ന പുത്രനെ കണ്ടു. ഉടനെ രാജാവ് തേരിൽ നിന്നിറങ്ങി പ്രേമപാരവശ്യം നിമിത്തം ശീഘ്രം പെട്ടെന്ന് പുത്രസമീപത്ത് ചേർന്നു. ബഹുകാലമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഉത്കണ്ഠ ദീർഘശ്വാസരൂപേണ പുറമേ പ്രകാശിച്ചു എന്നാണ്. ഭഗവാന്റെ പാദസ്പർശം നിമിത്തം സമസ്ത പാപങ്ങളുടെ ബന്ധനത്തിൽ നിന്നും വിട്ടിരിക്കുന്ന പരിശുദ്ധനായ പുത്രനെ കണ്ട് 2 കൈകൾ കൊണ്ടും ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ശ്ലോകം 44. അധാജിഗ്രമുഹുർമൂർധനി ശാന്തൈർനയനവാരിഭി സ്നാപയാമാസതനയം ജാതോദ്ധാമ മനോരഥാം. മഹത്തായ മനോരഥം സാധിച്ചിരിക്കുന്നവനായിട്ട് ശിരസിൽ വീണ്ടും ആഘ്രാണിക്കുന്നവനായിട്ട് ഉപമിക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയത്തല്ലേ. ശാന്തങ്ങളായ നേത്രജലങ്ങളാൽ പുത്രനെ കുളിപ്പിച്ചു എന്നാണ്. ആരെ? ഉത്താനപാദ മഹാരാജാവ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. രാജാവിൻ്റെ മഹത്തായ മനോരഥം സാധിച്ചതിനാൽ മനസ്സ് സന്തോഷിച്ചു. പുത്രൻ്റെ ശിരസിൽ ബഹുപ്രാവശ്യം ആഘ്രാണിച്ചു. സന്തോഷാധിക്യം നിമിത്തമുണ്ടായ നേത്രജലത്താൽ പുത്രനെ കുളിപ്പിച്ചു. അതൊരു കാവ്യഭംഗിയിലാണ് പറഞ്ഞിട്ടുള്ളത്. 45. അഭിവന്ദ്യപിതു പാദാവശീർഭിശ്ചാഭിമന്ത്രിത നനാമമാതരോ ശീർഷ്ണ സൽകൃത സജ്ജനാഗ്രണി. ആദ്യം അച്ഛനെ പിന്നെ 2 അമ്മമാരെയും മാറി മാറി നമസ്കരിച്ച് അവരുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അനുഗ്രഹത്തെ പ്രാപിച്ചു എന്നാണ് അർത്ഥം പറയാം. അപ്പോൾ അവിടെ എന്താ പറയുക? പിതാവിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചിട്ട് ആശീർവാദങ്ങളാൽ അഭിമന്ത്രിക്കപ്പെട്ടവനും സൽക്കരിക്കപ്പെട്ടവനുമായ സജ്ജനശ്രേഷ്ഠൻ അമ്മമാരെ 2 പേരെയും നമസ്കരിച്ചു. അതാണ്, അതായത് സുരുചിയോട് യാതൊരു വൈക്ലഭ്യം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ധ്രുവൻ പിതാവിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചു. ആശീർവാദം കൊണ്ടും കുശലപ്രശ്നം കൊണ്ടും പിതാവ് സൽക്കരിച്ചു. ഉടനെ ജനനിമാർ 2 പേരെയും ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. ഭഗവത് അനുഗ്രഹത്താൽ മത്സരാദി ദോഷങ്ങൾ നീങ്ങിയതുകൊണ്ട് സജ്ജനശ്രേഷ്ഠനായി ഭവിച്ച ധ്രുവൻ സുരുചിയെക്കുറിച്ചുണ്ടായിരുന്ന വിദ്വേഷഭാവത്തെ വെടിഞ്ഞുവെന്ന് സാരം. ഇല്ലെങ്കിൽ ഭഗവാനെ കണ്ട ഫലം ഉണ്ടാവില്ല. 48. സുരുചിസ്തം സമുദ്ധാപ്യ പാദാവനതമർഭകം പരിഷജ്യാഹ ജീവേദി ബാഷ്പഗദ്ഗതയാഗിരാം. സംസാരിക്കാൻ പറ്റിയില്ല എന്നാ സുരുചിക്ക്. സുരുചി പാദങ്ങൾ നമസ്കരിച്ച ബാലനെ എഴുന്നേൽപ്പിച്ചിട്ട് ആലിംഗനം ചെയ്തിട്ട് കണ്ണീർ നിമിത്തം തടഞ്ഞിരിക്കുന്ന വാക്കുകൾ ബഹുകാലം ജീവിച്ചാലും എന്ന് പറഞ്ഞു. അതായത് ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. പാദങ്ങളിൽ നമസ്കരിച്ച് ഭൂമിയിൽ കിടക്കുന്ന ബാലകനെ സുരുചി സ്നേഹപൂർവം എടുത്ത് എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. കണ്ണീരുത്ഭവിച്ചതിനാൽ തടഞ്ഞു പുറപ്പെട്ട അക്ഷരങ്ങളടങ്ങിയ വാക്കിനാൽ ദീർഘായുഷ്മാനായി ഭവിക്കുക എന്ന് ആശീർവദിച്ചു. 47. യസ്യ പ്രസന്നോ ഭഗവാൻ ഗുണൈർമൈത്രാദിഭിർഹരി തസ്മൈ നമന്തി ഭൂതാനി നിംനമാപ ഇവ സ്വയം.
ഉത്താനപാദ മഹാരാജാവിൻ്റെ എന്താണ് പറയാം, ആത്മകഥം എന്ന് പറയാം വേണമെങ്കിൽ, ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. മഹാ അഭിമാനവതിയായ സുരുചി എങ്ങനെ ധ്രുവനെ സ്നേഹിച്ചു എന്ന് ശങ്കിക്കേണ്ട. സുരുചി മാത്രമല്ല, സകല പ്രാണിവർഗവും അവനെ സ്നേഹിക്കും. എന്തുകൊണ്ടെന്നാൽ പറയാം, കേൾക്കുക. മൈത്രി, പ്രീതി, ദയാ, സന്തോഷം. മൈത്രി, പ്രീതി, ദയാ, സന്തോഷം എന്നീ ഗുണങ്ങൾ നിമിത്തം യാതൊരുവൻ്റെ പേരിൽ സകല ഐശ്വര്യപരിപൂർണനായ ഭഗവാൻ പ്രസാദിക്കുന്നുവോ, താണനിലയിൽ കൂടെ ജലം താനെ തന്നെ ഒഴുകുന്നത് പോലെ സകല ഭൂതങ്ങളും അവനെ സ്വയമേവ നമസ്കരിക്കും. സ്വയമേവ, വിത്തൗട്ട് എനി കമ്പൽഷൻ, ഇൻബോൺ ശ്രദ്ധയോട് കൂടിയിട്ടെന്നൊക്കെ പറയാം. 48. ഉത്തമശ്ച ധ്രുവശ്ച അഭാവന്യോനം പ്രേമവിഹ്വലോ അംഗസംഗാതുൽപുളകാ വസ്രഘം മുഹുരുഹതു. ഉത്തമനും ധ്രുവനും രണ്ടുപേരും തമ്മിൽ സ്നേഹപരവശന്മാരും ശരീരസ്പർശം നിമിത്തം രോമാഞ്ചം പൂണ്ടവരുമായിട്ട് പിന്നെയും കണ്ണീരിനെ വഹിച്ചു. അതായത് ആനന്ദ കണ്ണീർ എല്ലാവരും. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയുന്നത്. അതെന്താ? ഉത്തമനും ധ്രുവനും രണ്ടുപേരും അന്യോന്യം സ്നേഹപരവശന്മാരായിട്ട് ആലിംഗനം ചെയ്തു. ശരീരത്തിൽ രോമാഞ്ചവും നേത്രങ്ങളിൽ ബാഷ്പവും ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇനി 49-ാമത്തെ ശ്ലോകം. സുനീതിരസ്യ ജനനീ പ്രാണേഭ്യോപി പ്രിയം സുതം ഉപഗുഹ്യ ജഹാവാധീം തദംഗസ്പർശ നിർവൃത. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാ പറയുക ചോദിച്ചാൽ, ഇവൻ്റെ മാതാവായ സുനീതി പ്രാണങ്ങളെക്കാളും പ്രിയനായ സുതനെ ആലിംഗനം ചെയ്തിട്ട് അവൻ്റെ അംഗസ്പർശന സുഖം അനുഭവിച്ചിട്ടവളായിട്ട് പീഡയെ ഉപേക്ഷിച്ചു. അപ്പോൾ പീഡ, മനസ്സിനും ശരീരത്തിനുള്ള പീഡ മാറണമെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നവരും ബഹുമാനിക്കുന്നവരുടെയും വാക്കുകൾ കേൾക്കണം. അതാണ് ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞത്. അത് ശ്രദ്ധിക്കണേ എന്ന് ഓർത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ധ്രുവൻ്റെ മാതാവായ സുനീതി സ്വപ്രാണങ്ങളെക്കാൾ പ്രിയനായ പുത്രനെ ആലിംഗനം ചെയ്തു. അവൻ്റെ ശരീരസ്പർശം നിമിത്തമുണ്ടായ സുഖം അനുഭവിച്ചതിനാൽ ഇതുവരെ ഉണ്ടായിരുന്ന മനപ്പീഡ ശമിച്ചു. കാരണം ഭഗവാനെ കണ്ടല്ലേ പറഞ്ഞത്. 50. പയസ്തനാഭ്യാം ശുശ്രാവനേത്രജേ സരിലേ ശിവേ തഥാ വിഷിച്യമാനാഭ്യാം വീരസുവോ മുഹു. എന്താണർത്ഥം? ഹേ ധീരാം, വീരപുത്രനെ പ്രസവിച്ച അവളുടെ നേത്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട മംഗളകരങ്ങളായ ജലത്താൽ നനയ്ക്കപ്പെടുന്ന സ്തനാഭ്യാം, സ്തനങ്ങളിൽ നിന്ന് അപ്പോൾ വീണ്ടും പാൽ ഒഴുകിയെന്ന. കാരണം മകനെ അവിടെ ധീരാന്ന് വിളിക്കാൻ കാരണം എന്താ? 5 വയസ്സ് സമയത്തിലാണ് അരമന വിട്ട് പോയി എന്ത് ചെയ്തത്? തപസ് ചെയ്തത്. അതും അതികഠിനമായിട്ടുള്ള തപസ്. ഭഗവാനെ കൊണ്ട് കാര്യം സാധിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവരുടെ വീരനായ വിതുര. അതേ മത്രയ മഹർഷി പറയണം, ഇത്ര ബാല്യത്തിൽ തന്നെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങുവാൻ മാത്രം വീരനായ ധ്രുവനെ പ്രസവിച്ച സുനീതിയുടെ നേത്രങ്ങളിൽ നിന്ന് സന്തോഷബാഷ്പം ധാരധാരയായി ഒഴുകി. ആ ജലത്താൽ നനഞ്ഞിരിക്കുന്ന സ്തനങ്ങളിൽ നിന്ന് പുത്രസ്നേഹത്തെ സൂചിപ്പിക്കുന്ന വിധം സ്തനങ്ങൾ പാൽ ചുരത്തി. ഇതാണ് പറഞ്ഞത്. ഇനി 51. ഇതിൽ 65 ശ്ലോകമുള്ളത്. അപ്പോൾ ഇന്ന് കഴിയില്ല, നാളെ കഴിയും. താം സസംസൂർജന രാജ്ഞീം ദൃഷ്ട്യാ തേ പുത്ര ആർത്തിഹ
പ്രതിലബ്ധച്ചിരം നഷ്ടോ രക്ഷിതാമണ്ഡലം ഭുവാം. ജനങ്ങൾ ആ രാജ്ഞിയെ പ്രശംസിച്ചു. ബഹുകാലമായിട്ട് കാണാതിരുന്ന ഭവതിയുടെ പുത്രൻ ദുഃഖം തീർക്കുന്നവനായിട്ട്, അതായത് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടിയാൽ തന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തിന് ഹേതുവിനെ മാറ്റാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ ദുഃഖം തീർക്കുന്നവനായിട്ട് ദൃഷ്ട്യ ഭാഗ്യത്താൽ രണ്ടാമത് കിട്ടി. അത് നമ്മളെ രക്ഷിക്കും. ആ വാക്കുകൾ ശരിക്കും ശ്രവിച്ച് അനുകമ്പയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. എന്താ? ജനങ്ങൾ സുനീതി ദേവിയെക്കുറിച്ച് സ്തോത്രം ചെയ്തു. ഹേ ദേവി, ബഹുകാലമായിട്ട് കാണാതിരുന്ന ഭവതിയുടെ പുത്രനെ ഭാഗ്യത്താൽ ഇപ്പോൾ ലഭിച്ചുവല്ലോ. അവൻ ഞങ്ങളുടെയും ഭവതിയുടെയും സന്താപത്തെ തീർക്കുന്നവരായിട്ട് ഭൂമണ്ഡലത്തെ രക്ഷിക്കുന്ന, അങ്ങനെയാണ് 36,000 വർഷങ്ങൾ രാജാവായിട്ടിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്, ഏകഛത്രാധിപതിയായിട്ട്. അപ്പോൾ രാജ്യാവകാശിയായിരിക്കെ ജനങ്ങൾ ഈ വിധം പറഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹത്തെ അനുസരിച്ചാണെന്ന് ധരിക്കണം എന്ന് പറഞ്ഞു. അപ്പം 52-ാമത്തെ ശ്ലോകം എന്താ? അഭ്യർച്ചിതസ്ത്വയാ നൂനം ഭഗവാൻ പ്രാണതാർത്തിഹ യദനുധ്യായിനോ ധീരാമൃത്യും ജിഗ്രൂ സുധർജയം. യാതൊരുവനെ നിരന്തരം ധ്യാനിക്കുന്ന ധീരന്മാർ ജയിപ്പാൻ കഴിയാത്തതായ അന്തകനെ ജയിച്ചുവോ? നമസ്കരിക്കപ്പെടുന്നവരുടെ ദുഃഖം തീർക്കുന്ന ഈശ്വരൻ അങ്ങയാൽ ഏറ്റവും പൂജിക്കപ്പെട്ടു നിശ്ചയം. അതായത് ഭഗവാനെ ഈ ജന്മം തന്നെ കാണില്ല എന്നൊക്കെയാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. പക്ഷെ അത് സാധ്യമാക്കി ആദ്യം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. നഷ്ടനായ പുത്രനെ ലഭിച്ചതിനാൽ സുനീതി ജന്മാന്തരത്തിൽ ഈശ്വരനെ ആരാധിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ നിശ്ചയിച്ചു പറഞ്ഞു എന്നാണ്. ആ ഒരു സർട്ടിഫിക്കറ്റാണ് എല്ലാവർക്കും വേണ്ടത്. പരമശയിലെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്നിട്ടോ, ഹേ ദേവി, യാതൊരുവനെ നിരന്തരം ധ്യാനിക്കുന്ന യോഗികൾ മറ്റുള്ളവർക്ക് ജയിപ്പാൻ കഴിയാത്ത ജന്മമരണാദി ക്ലേശയുക്തമായിരിക്കുന്ന സംസാരത്തെ ജയിക്കുന്നുവോ? നമസ്കരിക്കുന്നവരുടെ സർവസ്വരൂപങ്ങളെയും സന്താപങ്ങളെയും സംഹരിക്കുന്നതിന് സമർത്ഥനായിട്ടിരിക്കുന്ന ആ ഭഗവാനെ ഭവതി ജന്മാന്തരത്തിൽ വേണ്ടതുപോലെ പൂജിച്ചിട്ടുണ്ട് നിശ്ചയം എന്ന് പറഞ്ഞു. ഇനി 53-ാമത്തെ ശ്ലോകം. ലാള്യമാനം ജനേരേവം ധ്രുവം സഭ്രാതരം നൃവ ആരോപ്യകരണീം ഹൃഷ്ടാസ്തൂയമാനോ അവിശൽപുരം. ഞാൻ സംശയിച്ചുള്ള ഭാഗം ഇവിടെ വന്നു. അവിടെ പിന്നെ എന്താ പറഞ്ഞത്? കരിണീം തന്നെയാണ് പറഞ്ഞത്. പെണ്ണാനപ്പുറത്ത് പിടിയാനപ്പുറത്ത് കയറി ഇരുന്നിട്ടാണ് രാജധാനിക്ക് പോയത്. അപ്പോൾ പഠിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു എന്താ? ലാള്യമാനം ജനീരേവം ധ്രുവം സഭ്രാതരം നൃപ ആരോപ്യകരണീം ഹൃഷ്ട സ്തൂയമാനോ അവിശൽപുരം. ജനങ്ങളാൽ ഇപ്രകാരം ലാളിക്കപ്പെടുന്ന ധ്രുവനെ ഭ്രാതാവിനോടുകൂടെ രാജാവ് പിടിയാനമേൽ കയറ്റിയിട്ട് സന്തുഷ്ടനും സ്തുതിക്കപ്പെടുന്നവനുമായിട്ട് രാജധാനിയെ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇങ്ങനെ ജനങ്ങളാൽ ലാളിക്കപ്പെടുന്ന ധ്രുവനെയും ഭ്രാതാവായ ഉത്തമനെയും ഒരു പിടിയാനമേൽ ഇരുത്തിയിട്ട്
സന്തുഷ്ടനും വന്ദികളാൽ സ്തുതിക്കപ്പെടുന്നവനുമായ രാജാവ് തൻ്റെ അരമനയെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഇനി 4 ശ്ലോകം ഒപ്പം പോകും. 54, 55, 56, 57. തത്ര തത്രോപസംക്ലപ്തൈർലസന്മകരതോരണേ സവൃന്ദേ കദളീ സ്തംഭൈ പൂഗപോദൈശ്ച തദ്വിധൈ ചൂതപല്ലവവാസ സ്രങ്മുക്താദാമവിളംബിഭി ഉപസ്കൃതം പ്രതിദ്വാരം അപാം കുംഭേ സദീപകൈഃ പ്രാകാരേ ഗോപുരാഗാരേ ശാതകുംഭപരിശ്ചതൈ സർവതോ അലങ്കൃതം ശ്രീമദ് വിമാനശിഖരോദ്യുഭിः മൃഷ്ടചത്വര രഥ്യാട്ടമാർഗം ചന്ദനചർച്ചിതം ലജാക്ഷതേ പുഷ്പഫലേ തണ്ടുലൈർബലിഭിര്യുതം. അതായത് അരമനകളിൽ എന്തൊക്കെ സന്നാഹങ്ങളുണ്ടായത്, എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം വളരെ വലുപ്പമുണ്ട്. 4-5 ശ്ലോകത്തിൻ്റെ 3-4 ശ്ലോകത്തിൻ്റെ അല്ലേ. അവിടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ശോഭയുള്ള മകരതോരണങ്ങളാലും, മകരം തോരണം എന്ന് പറഞ്ഞാൽ മത്സ്യരൂപത്തിൽ എന്നൊക്കെ അർത്ഥം പറയാം. പിന്നെ ഫലപുഷ്പാദികളോടുകൂടിയ വാഴകളാലും അതുപോലെയുള്ള ക്രമുക വൃക്ഷങ്ങളാലും, അതായത് കവുങ്ങിൻ്റെ എന്താ പറയുക, അതിനൊരു പേരുണ്ടല്ലോ, കമുങ്ങിൻ്റെ പൂക്കൊല, അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ വസ്ത്രം മാവിൻ തളിരുകൾ, വസ്ത്രം, പൂമാല, മുത്തുമാല ഇവയോടും ദീപങ്ങളോടും കൂടിയ ജലകുംഭങ്ങളാൽ എല്ലാ ദ്വാരങ്ങളിലും അലങ്കരിക്കപ്പെട്ടിരുന്നു. പിന്നെ പറഞ്ഞു, മതിലുകളാലും സ്വർണകുംഭം മുതലായ ഉപകരണങ്ങളോടുകൂടിയ പുരദ്വാരങ്ങൾ, ഗൃഹങ്ങൾ ഇവകളാലും വിമാനശിഖരദ്വീപി, വിമാനങ്ങളുടെ കൊടുമുടികളിൽ നിന്ന് പുറപ്പെടുന്ന ശോഭകളാലും അലങ്കരിക്കപ്പെട്ടതും ചന്ദന ചർച്ചിത ജലത്താൽ ജലത്താൽ നനയ്ക്കപ്പെട്ടിരിക്കുന്ന മൃഷ്ടചത്വാരാധ്യാട്ട മാർഗം ഭൂമി ചെയ്യപ്പെട്ട രഥ്യ അട്ടം എന്നിവിടെ മാർഗത്തോടു കൂടിയിട്ടും ലാജാക്ഷതേ മലർപ്പൊരി യവങ്ങൾ എന്നിവയോടും പുഷ്പങ്ങൾ ഫലങ്ങൾ എന്നിവയോടും തണ്ടുലൈ ധ്യാനങ്ങളോടും പൂജാദ്രവ്യങ്ങളോടും യോജിച്ചതുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ എന്താ പറയുക ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. ധ്രുവാഗമനത്തിൽ പൗരന്മാർ അവരുടെ സന്തോഷത്തെ സൂചിപ്പിക്കുന്നവരായിട്ട് പട്ടണം അലങ്കരിച്ചതിനെ 4 പദ്യം കവി വർണ്ണിക്കണം. പട്ടണത്തിൽ ഓരോ ദിക്കിലും മകരതോരണങ്ങൾ ഉണ്ടാക്കി അലങ്കരിക്കുന്നു. മാണിക്യങ്ങളോടുകൂടിയ കുലവാഴകൾ, അപ്രകാരം തന്നെ ഇരിക്കുന്ന ചെറിയ കവുങ്ങുകൾ, വൃക്ഷങ്ങൾ എന്നിവയെ ഗൃഹങ്ങളുടെ മുൻഭാഗങ്ങളിൽ കെട്ടിയിരിക്കുന്ന വസ്ത്രം കൊണ്ട് ആച്ഛാദനം ചെയ്ത് പൂമാലകളും മുത്തുമാലകളും കൊണ്ട് അലങ്കരിച്ചതും മാവിൻ തളിരുകൾ സമർപ്പിച്ചിരിക്കുന്ന പൂർണ്ണകുംഭങ്ങളുടെ ഭദ്രദീപങ്ങളും എല്ലാം ഗൃഹങ്ങളുടെ മുൻഭാഗത്തെ കോലായികളിൽ വച്ചിരുന്നു. സ്വർണകുംഭം മുതലായ ഗൃഹോപകരണങ്ങളാൽ പടിപ്പുരകളും മതിലുകളും ഗൃഹാമുഖങ്ങളും അലങ്കരിക്കപ്പെട്ടിരുന്നു.
നിലകളുള്ള വിമാനങ്ങൾ എന്ന് പറയപ്പെടുന്ന മാളികകളുടെ അഗ്രങ്ങളിലുള്ള സ്വർണ്ണത്താഴികക്കുടങ്ങളിൽ നിന്ന് വ്യാപിക്കുന്ന ശോഭകൾ പട്ടണങ്ങളുടെ 4 ഭാഗത്തെയും പ്രകാശിച്ചിരിക്കുന്നു. രഥം മുതലായ വാഹനങ്ങൾ ഭവിച്ചിരിക്കുന്ന സഞ്ചരിക്കുന്ന രാജവീഥികളും നാൽക്കവലകളും അടിച്ച് ശോധന ചെയ്ത് ചന്ദനജലം കൊണ്ട് നനച്ചിരുന്നു. മലര്, പുഷ്പം, അക്ഷത, പൂജാപദാർത്ഥങ്ങൾ എന്നിവയെ ജനങ്ങൾ പൂജാപദാർത്ഥങ്ങൾ എന്നിവയെ ജനങ്ങൾ വർഷിച്ചിരുന്നത് മാർഗങ്ങളിൽ കാണപ്പെട്ടിരുന്നു. ഇപ്രകാരം എല്ലാ ഭാഗങ്ങളിലും അലങ്കരിക്കപ്പെട്ടിരുന്ന പട്ടണത്തിൽ ധ്രുവനോടുകൂടെ രാജാവും പരിവാരങ്ങളും പ്രവേശിച്ചു എന്നാണ് ഇതുവരെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നമ്മൾക്കെല്ലാവർക്കും വാരിക്കോരി അനുഭവിക്കുമാറാകട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് നമ്മുടെ ശിരസ്സനായിട്ട് പ്രാർത്ഥിക്കണം. നമസ്കാരം.